പ്രഭാതവന്ദനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഒരു പ്രഭാതം കൂടി നമ്മുടെ ആയുസ്സിനോട് ചേർക്കാൻ, ഒരു ദിവസം കൂടി ദൈവത്തിന് നന്ദി പറയുക. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ്? ഏറെക്കുറെ ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസം കാത്ത് ജനിക്കുന്നു. കരഞ്ഞും നടന്നും ശീലിക്കുന്നു, സംസാരിക്കാൻ പരിശീലിക്കുന്നു, കളിക്കുന്നു, അറിവിൻ്റെ വഴി തേടി വിദ്യാലയങ്ങളിലേക്കും കോളേജിലേക്കും പോകുന്നു. പിന്നെ ഒരു ജോലി, അതിനിടയിൽ പ്രണയിക്കുന്നു, വിവാഹിതനാകുന്നു. ആ ദാമ്പത്യ ബന്ധത്തിൽ മക്കളുണ്ടാകുന്നു, പിന്നെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അതിനിടയിൽ അവൻ്റെ ശൈശവവും യൗവനവും അവന് കൈവിട്ടു പോകുന്നു. മധ്യവയസ്കനാകുന്നു. പതിയെ ആരോഗ്യം ക്ഷയിക്കും, ജരാനരകൾ ബാധിക്കും, വാർദ്ധക്യത്തിൻ്റെ വക്കിലേക്ക് അവൻ പ്രവേശിക്കും. ഒടുവിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ അവൻ വരുന്നു, അവിടെ ജീവിക്കുന്നു. പിന്നെ ഒരു ദിവസം അവൻ വിശ്രമിക്കാൻ കിടക്കും, എന്നാൽ ഉണരില്ല. അതവൻ്റെ അവസാനത്തെ വിശ്രമമായിരിക്കും. ഇതല്ലേ ഏറെക്കുറെ ഒരു മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ളൊരു ജീവിതം? 60-70 വർഷം ജീവിക്കുന്ന ഒരുവൻ്റെ പൊതുവായ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ. എന്നിട്ടും ഈ ചെറിയൊരു ജീവിതത്തിൽ നമ്മൾ മത്സരിക്കുക, പോരാടുക, എന്തൊക്കെയാകാൻ, ആരൊക്കെയാകാൻ. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് 2 വിധത്തിൽ നിജപ്പെടുത്താം. ഒന്ന്, ഈ ലോകത്തിന് അനുരൂപമായൊരു ജീവിതശൈലി, വേൾഡ്ലി ഓറിയന്റഡ് ലൈഫ്. 2, സ്വർഗോമുഖമായൊരു ജീവിതം, ഹെവൻലി മോട്ടിവേറ്റഡ് ലൈഫ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന 2 വഴികളാണിതെന്നേ. ലോകത്തെ ലക്ഷ്യമാക്കിയാണ് നീ ജീവിച്ചു തുടങ്ങുന്നതെങ്കിൽ നിന്റെ ലക്ഷ്യം ഒരു കരിയറായിരിക്കും. അതിനുവേണ്ടി നീ അധ്വാനിക്കും, പ്രയത്നിക്കും. കൂടെയുള്ളവരൊക്കെ നിന്നെ പ്രചോദിപ്പിക്കും. ആ കരിയർ സ്വന്തമാക്കാൻ ഒരുപക്ഷെ മത്സരിക്കണം, പോരാടണം, സ്വാർത്ഥതയോടെ പടയോട്ടം നടത്തണം. അതിൽ പലരും വീണുപോകും, ചിലർ പരാജയപ്പെടും, ചില മുറിവേൽക്കും. ഒടുവിൽ ആ കരിയറിൽ എത്തിച്ചേരുമ്പോൾ അഭിനന്ദിക്കുവാൻ ഒരുപാട് പേരുണ്ടാകും. അതാണ് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം, വേൾഡ്ലി ഓറിയന്റഡ് പേഴ്സൺസ്. എന്നാൽ സ്വർഗോമുഖമായി ജീവിക്കുന്നവൻ്റെ ജീവിതശൈലി എങ്ങനെയാ? അവൻ്റെ ലക്ഷ്യം എങ്ങനെയാ? അവന് കരിയറല്ല പ്രധാനം, മിഷനാ. മിഷൻ എന്ന് വെച്ചാൽ എന്താ? അത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതാണ്. മിഷൻ ഈസ് സംതിങ് ദാറ്റ് യു ഡു ഫോർ സംവൺ.
കരിയർ, അവന് വേണ്ടി മാത്രം ചെയ്യുന്ന നിയോഗങ്ങളാണ്. കരിയർ ഈസ് സംതിങ് ദാറ്റ് യു ചൂസ് ഫോർ യുവർ സെൽഫ്. അതിൽ സ്വാർത്ഥതയുണ്ട്. എന്ന മിഷൻ ആത്മപരിത്യാഗമാണ്. അതിൽ എളിമയുണ്ട്, തോൽക്കാനുള്ള മനസ്സുണ്ട്, വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധയുണ്ട്, കരുണയുണ്ട്. ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ, ഏറെക്കുറെ മനുഷ്യർ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഭരിക്കുന്നത് സ്വാർത്ഥതയാണ്, മോഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. ഒരുപക്ഷെ അവർ ഈ ലോകത്ത് നല്ല പേര് സ്വന്തമാക്കും, അധികാരം സ്വന്തമാക്കും, സമ്പത്ത് സ്വന്തമാക്കും, ഗിന്നസ് ബുക്കിൽ പേര് രേഖപ്പെടുത്തും, പലരെയും അത്ഭുതപ്പെടുത്തുന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. അവരുടെ ജീവിതം സാഹസികമായിരിക്കും. എന്നാൽ മരണം പറയുന്നു, ഈ നേടുന്നതൊക്കെ അവസാനം കൈവിട്ടു പോകുമെന്ന്. എന്നാൽ ഈ ലോകത്തിനുമപ്പുറം സ്വർഗത്തെ, നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവന് പരാജയങ്ങളുണ്ടാകും, മുറിവുകളുണ്ടാകും, നിന്ദാപമാനങ്ങളുണ്ടാകും. പക്ഷേ അവസാനം അവൻ്റെ ജീവിതത്തെ നേടും. ക്രിസ്തു പറഞ്ഞ വാക്കാണത്. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യം. സ്വന്തം ജീവിതം രക്ഷിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തുമെന്ന്. എന്നാൽ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കുമെന്ന്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ ലോകത്തിന് അനുരൂപമായൊരു ജീവിതം നയിക്കുന്നവരാണോ, അതോ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണോ? ഇതാ, ദൈവം ഒരു പ്രഭാതം, ഒരു ദിവസം കൂടി നമുക്ക് തന്നിരിക്കുക. ഈ പ്രഭാതത്തിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കാണെന്നേ. ഈ ലോകത്ത് നമ്മുടേതെന്ന് കരുതുന്നതൊക്കെ കൈവിട്ടു പോകുമെന്നൊരു തിരിച്ചറിവ് കിട്ടിയാൽ ഈ ലോകത്തിനുമപ്പുറം നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഒരാത്മീയ പ്രചോദനം കിട്ടും. എല്ലാ ആത്മീയതയും ആരംഭിക്കുന്നത് ഈ ഭൂമിയിലെല്ലാം കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിൻ്റെ പ്രകാശത്തിലാണ്. ഓർക്കുകയാണ്, ഒരു കർഷകൻ, അവൻ സ്വന്തമായിട്ട് കൃഷിയിടമില്ല, ജോലി തേടി നടക്കുകയാണ്. ആരും അവന് ജോലി കൊടുക്കുന്നില്ല. അന്വേഷിച്ച് അലഞ്ഞ് തളർന്ന് അവനൊരു വൃക്ഷച്ചുവട്ടിലിരിക്കുകയാണ്. അതുവഴി കടന്നുപോയൊരു മുന്തിരിത്തോട്ടത്തിൽ ഉടമസ്ഥൻ ചോദിക്കുന്നു, എന്തേ നീ ഇങ്ങനെ അലസമായി ഇവിടെ ഇരിക്കുന്നു? നിനക്ക് ജോലിയൊന്നുമില്ലേ? അവൻ പറഞ്ഞു, ഞാനൊരു കർഷകനാണ്, ആരും എനിക്ക് ജോലി തന്നില്ല, അതുകൊണ്ട് ഞാൻ നിരാശനാണ്. ഒരുപാട് സന്തോഷത്തോടെ അപ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുക, നീ എന്തിനു സങ്കടപ്പെടുന്നു? എനിക്ക് നല്ലൊരു കർഷകന്റെ ആവശ്യമുണ്ട്. നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരിക, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരാം. നല്ലൊരു ഭവനം, നല്ല ഭക്ഷണം, നിന്റെ എല്ലാ കുറവുകളും പരിഹരിക്കുവാൻ ദാസ്യദാസന്മാർ ഉണ്ടാകും. പക്ഷേ വിശ്വസ്തയോടെ നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണം. ഒരു നിബന്ധന മാത്രം, നിനക്ക് തിരികെ പോകണമെന്ന് തോന്നുമ്പോൾ വന്നതുപോലെ പോകേണ്ടി വരും, ശൂന്യമായ കരങ്ങളോടെ. ഇഫ് യു ലീവ്, യു ഹാവ് ടു ലീവ് ആസ് ആൻ എംപ്റ്റി ഹാൻഡഡ് ആസ് യു ആർ കമ്മിങ് ഇൻ. അവൻ ആ നിബന്ധന ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം
അവനെല്ലാം കിട്ടും. ഭവനം, സമ്പത്ത്, ഭക്ഷണം, എല്ലാ കുറവുകളും പരിഹരിക്കാൻ ദാസിദാസന്മാർ. അവൻ സമ്മതിച്ചു. അവനങ്ങനെ ജോലി തുടർന്നു ആ ഉടമസ്ഥൻ്റെ മുന്തിരിത്തോട്ടത്തിൽ. ദിവസങ്ങൾ പലത് കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത രൂപപ്പെടാൻ തുടങ്ങി. ഒരു അസംതൃപ്തി, ഒരു അർത്ഥരാഹിത്യം. ജോലി ചെയ്യുമ്പോഴും എന്തോ ഒരു മടുപ്പ്. കാരണം അവന് മനസ്സിലാകുന്നേയില്ല. ഒരു ദിവസം പെട്ടെന്ന് അവരൊരു ഉൾവട്ടം കിട്ടുകയാണ്. എന്താണ് ഈ സങ്കടത്തിന്റെ കാരണമെന്നവന് തിരിച്ചറിവ് കിട്ടുകയാണ്. ഉടൻ അവൻ യജമാനോട് പറഞ്ഞു, എനിക്ക് തിരികെ പോകണം. ആ മുന്തിരിത്തോട്ടത്തെ ഉടമസ്ഥന് ആശ്ചര്യമായി. നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? പറയൂ, അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. നീ വിശ്വസ്തനായ ജോലിക്കാരനാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ബോധിച്ചു. അതുകൊണ്ട് ഇനിയും കുറേ നാളിവിടെ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറയൂ, എന്തെങ്കിലും കുറവുണ്ടോ? ഞാനത് പരിഹരിച്ചു തരാം. അവരൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഇത്ര മാത്രം: എനിക്ക് പോണം, എനിക്ക് മടങ്ങിപ്പോണം. അവനിങ്ങനെ കാർക്കശത്തോടെ പറഞ്ഞപ്പോൾ ആ ഉടമസ്ഥൻ അവസാനമായിട്ട് പറഞ്ഞത് ഈ കാര്യം മാത്രം: ഓക്കെ, നീ പോയിക്കൊള്ളുക. പക്ഷേ പോകുന്നതിന് മുമ്പെങ്കിലും സത്യം പറയണം. എന്തുകൊണ്ടാണ് നീ ജോലി അവസാനിപ്പിച്ച് പോകുന്നതെന്ന്. അപ്പോൾ ആ മനുഷ്യൻ ആ മുന്തിരിത്തോട്ടത്തെ ഉടമസ്ഥനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെയുള്ള ഒന്നും എൻ്റെ സ്വന്തമല്ല. ശൂന്യമായ കരങ്ങളോടെ ഞാൻ വന്നു, അതുപോലെ ഞാൻ മടങ്ങിപ്പോകേണ്ടി വരും. നത്തിങ് ബിലോങ്സ് ടു മീ. empty handed I have come, and empty handed I have to leave. അതാണൊരു സത്യം. നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമി എന്ന മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വെറും ജോലിക്കാർ മാത്രം. ഒരു നാൾ മരിക്കുമ്പോൾ ശൂന്യമായ കരങ്ങളോടെ നമുക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഈ തിരിച്ചറിവില ആത്മീയത ആരംഭിക്കേണ്ടത്. ഈ ഭൂമിയുടെ അവകാശികളല്ല നമ്മളെന്നും, സ്വർഗത്തിൻ്റെ അവകാശം നമ്മളെന്നും തിരിച്ചറിവ് കിട്ടേണ്ടത് ഈ ഒരു ആത്മീയതയുടെ വെട്ടത്തിലാണ്. ഈ ലോകത്തുള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ലെന്നേ. എന്തിനാണ് ഈ പോരാട്ടം? എന്തിനാണ് ഈ സ്വാർത്ഥത? എന്തിനാണ് ഈ ആർത്തി? എല്ലാം കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. ആ മാറ്റമാണ് ഹെവൻലി ഓറിയന്റഡ് ലൈഫ്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളൊരു ജീവിതം, ഒരു ആത്മീയ ജീവിതം. ഒന്നോർത്ത് നോക്കിയേ, നമ്മുടെ എന്ന് പറയാൻ ഈ ലോകത്ത് എന്തുണ്ട്? നമ്മുടെ ശരീരം. അതിനുവേണ്ടി നാം ഒരുപാട് പ്രയത്നിക്കാറുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി. നല്ല നല്ല ഭക്ഷണം കൊടുക്കും. ചെറിയ രോഗക്ലേശങ്ങൾ വരുമ്പോൾ നല്ല മരുന്ന് കൊടുക്കും, ട്രീറ്റ് ചെയ്യും. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നല്ല എക്സസൈസ് ചെയ്യും. നല്ല ആഭരണങ്ങൾ ധരിപ്പിക്കും, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കും. എന്നാൽ ഈ ശരീരം നമ്മുടെ സ്വന്തമാണോ? എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഈ ശരീരത്തിൻ്റെ സൗന്ദര്യം വിട്ടുപോകും. ആരോഗ്യം ക്ഷയിക്കും, മുടി നരക്കും, കാഴ്ച മങ്ങും. ഒടുവിൽ ഈ ശരീരത്തിൻ്റെ അവസാനത്തെ പ്രാണനും വിറ്റുപോകും. പിന്നെ മണ്ണാകും, പുഴുവാകും. ഈ ശരീരം നമ്മുടെ സ്വന്തമല്ലെന്നേ. പിന്നെ നാം സ്വന്തമെന്ന് കരുതുന്ന ഈ ലോകത്തിലെ ഭൗതിക വസ്തുക്കൾ, സമ്പത്ത് കൂട്ടാൻ, ബാങ്ക് അക്കൗണ്ട് ശേഖരിക്കുവാൻ രാവും പകലും കഠിനമായിട്ട് അധ്വാനിക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ? നല്ല വീട് പണിയും, നല്ല കാർ വാങ്ങും. നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും മധ്യേ നാം
അഭിമാനത്തോടെ ജീവിക്കും. മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുന്നത് നമ്മൾ അഭിമാനം കൊള്ളും. ഒക്കെ ശരി. പക്ഷേ ഒരു നാൾ മരിക്കുമ്പോൾ നാം സ്വന്തമെന്ന് കരുതുന്നത് എന്തെങ്കിലും നമ്മുടെ ഈ കരങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് പോകാനാകുമോ? ശൂന്യമായ കരങ്ങളോട് നാം പിറന്നു. അതേ ശൂന്യമായ കരങ്ങളോട് നമുക്ക് വിടവാങ്ങേണ്ടി വരും. നമ്മുടെ എന്ന് കരുതുന്നതൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരും. മക്കൾക്കാകാം, പ്രിയപ്പെട്ടവർക്കാകാം. നമ്മൾ എന്തിനാ പിന്നെ അധ്വാനിച്ചത്? നമ്മൾ എന്തിനാണ് പിന്നെ ഈ പടയോട്ടം നടത്തിയത്? പിന്നെ നമ്മൾ എന്തിനാണ് സ്വസ്ഥതയോടെ എല്ലാം നേടി ഇങ്ങനെ ജീവിതം പാഴാക്കിയത്? നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ടാകും. സൗഹൃദ വലയത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം മാറ്റിവെക്കുന്നുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിതാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളൊക്കെ നമുക്കേറെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ അവരും നമ്മുടെ സ്വന്തമാണോ? നമ്മുടെ പല വിഷമസന്ധിയിലും അവർ നമുക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടാകും. വ്യക്തമായ ദിശാബോധമില്ലാത്ത നേരത്ത് അവർ നമുക്ക് വഴികാട്ടിയായി മാറിയിട്ടുണ്ടാകാം. എന്നാൽ മരിക്കുമ്പോൾ അവ നമ്മുടെ കൂടെ വരുമോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം, ചർമ്മ ശുശ്രൂഷ നടത്തിയേക്കാം. അതിനപ്പുറം നമ്മുടെ കൂടെ വരുവാൻ, മരണത്തിനപ്പുറം കടന്നു വരുവാൻ ആത്മബലമുള്ള എത്ര പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ട്. ആത്യന്തികമായിട്ട് അവരും നമ്മുടെ സ്വന്തമല്ലെന്നേ. അപ്പോൾ നമ്മുടെ സ്വന്തമെന്ന് പറയാൻ എന്താണുള്ളത്? ശരീരം നമ്മുടേതല്ല, ഭൗതിക വസ്തുക്കൾ നമ്മുടേതല്ല, ഈ ആത്മമിത്രങ്ങൾ നമ്മുടേതല്ല. നിത്യതയിലേക്ക് കടന്നു പോകുക നമ്മുടെ ആത്മാവ് മാത്രം. ഈ ആത്മാവിന് വേണ്ടി നാം എത്ര സമയം മാറ്റിവെച്ചു എന്നതാ ചോദ്യം. ഈ ലോകത്ത് കൈവിട്ടു പോകുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നാം ഇനിയെങ്കിലും സമയം മാറ്റിവെക്കുന്നുണ്ടോ? ആ തിരിച്ചറിവാണ് ആത്മീയവട്ടം. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള അവബോധത്തിന് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ഓർക്കണം, മോശ അവൻ ജീവിച്ച് വളർന്നത് ഫറവോയുടെ പുത്രിയുടെ വളർത്തു മകനായിട്ടാണ്. മോശയ്ക്ക് അവൻ ആ പേര് പോലും കൊടുത്തത് ഫറവോയുടെ പുത്രിയാണ്. ജനിച്ച് ജീവിച്ച് വളർന്ന് ഏകദേശം 40 വയസ്സ് വരെ അവൻ കടന്നുപോയത് ഒരു ഈജിപ്തുകാരനായിട്ടാണ്. അതോടെ അവൻ്റെ പ്രകൃതം, സ്വഭാവം, സംസാരശീലിയൊക്കെ ഒരു ഈജിപ്തുകാരനെ പോലെയായി. ബാഹ്യമായി അവൻ ഒരു ഈജിപ്തുകാരൻ, പക്ഷേ ആന്തരികതയിൽ അവൻ ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. കാരണം അവൻ്റെ ജന്മം ഒരു ഇസ്രായേൽക്കാരൻ്റെ മകനായിട്ടാണ്. 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൻ ആ തിരിച്ചറിവ് കിട്ടിയത്. സ്വയം അവബോധം, സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു തിരിച്ചറിവ് വന്നു, ഒരു തിരഞ്ഞെടുപ്പ് വന്നു. ഈജിപ്തുകാരനായിട്ട് തുടരണമോ അതോ അടിമകളായ ഇസ്രായേൽക്കാരിലേക്ക് തിരികെ പോകണമോ? ഇത് എല്ലാ മനുഷ്യർക്കുമുള്ളൊരു തിരിച്ചറിവും തിരഞ്ഞെടുപ്പുമാണെന്നേ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നുരന്ന് ജീവിക്കുക. നമ്മളിപ്പോൾ എന്തൊക്കെയാണത് ലോകം നമുക്ക് നൽകിയതാ. ഭാഗ്യമായി നമ്മൾ ഈ ലോകത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോഴും ഒരു സ്വയം തിരിച്ചറിവ് വേണം, സെൽഫ് റിയലൈസേഷൻ. ആന്തരികതയിൽ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണതേ. മോശ ആ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു, ഈജിപ്തുകാർ ഉപേക്ഷിച്ചു. പകരം സഹിക്കുന്ന ആ
ഇസ്രയേൽക്കാരിലേക്ക് അവൻ കടന്നു പോവുകയാണ്. ഈ ലോകത്തെ ഉപേക്ഷിക്കാതെ സ്വർഗത്തിൻ്റെ മക്കളാകുവാൻ നമുക്ക് കഴിയില്ലെന്നേ. ഒരുപക്ഷെ അവൻ പലതും നഷ്ടപ്പെടുത്തി. സൗഭാഗ്യം നിറഞ്ഞ അവൻ്റെ ഫറവോയുടെ ആ കൊട്ടാര സദൃശമായ ജീവിതം, അവൻ്റെ ഭാവിയുടെ എല്ലാ സുരക്ഷിതവും സൗഭാഗ്യവും അവൻ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിലെ ആത്മബോധം കൊണ്ട്. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളല്ല, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് വേണ്ടി പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഓർത്തു നോക്കുക, അവനെ വലുതാക്കിയ, വളർത്തിയ ഫറവോയുടെ പുത്രിയോട് അവനൊരു പക്ഷേ സങ്കടപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഈ ഫറവോയുടെ പുത്രിയാണ് അവളെ ഈജിപ്തിലെ ആ നൈൽ നദിയിൽ നിന്നും രക്ഷിച്ചത്. അവനെ വളർത്തുവാൻ ഒരു ഹെബ്രായ സ്ത്രീയെ അവൻ്റെ അമ്മയെ തന്നെ ഏൽപ്പിച്ചത്, അവൾക്ക് ശമ്പളം കൊടുത്തത്. ഈ ഫറവോയുടെ കൊട്ടാരത്തിൽ അവൻ വളർന്നു വന്നത്, നല്ല സൗഭാഗ്യത്തിൽ ജീവിച്ചത്, അവൻ അറിവും പരിജ്ഞാനവും പരിശീലനവുമൊക്കെ കിട്ടിയത് ഈ ഫറവോയുടെ കൊട്ടാര അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ്. മോശയെ മോശയാക്കി മാറ്റിയത് ഈ ഈജിപ്താണെങ്കിലും അവൻ അതൊക്കെ വിട്ടുപേക്ഷിച്ചു അവൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി. നമ്മുടെ മുമ്പിലും ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെന്നേ. ഈ ലോകത്ത് നമ്മളിപ്പോൾ എന്തൊക്കെയാണത് ലോകം നൽകിയതായിരിക്കാം, നമ്മുടെ സമ്പത്ത്, സ്ഥാനം, പേര്, മഹിമയൊക്കെ. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല എന്നൊരു തിരിച്ചറിവ് വേണം. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. ഓർക്കുക, ദൈവത്തോട് നമ്മൾ അതേയെന്ന് പറയാൻ, ഈ ലോകത്തോട് ഇല്ല എന്ന് പറയാനുള്ള കരുത്ത് ആർജിച്ചെടുക്കണം. ഒരു കൊച്ചു ജീവിതം ഈ ഭൂമിയിൽ. നാളെ ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുമ്പോൾ നമുക്ക് തെളിയിക്കാനാകുമോ ഈ ലോകത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് ഈ ജീവിതമെന്ന്? ക്രിസ്തുവചനം മറക്കരുത്. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യം. സ്വന്തം ജീവിതം രക്ഷിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കുന്നു. ആകയാൽ കുറച്ചുകൂടി സ്വർഗമുഖമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം മിഷനാകും. ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആത്മപരിത്യാഗമായിട്ട് മാറും. ഇതാ, ദൈവം ഒരു പ്രഭാതം കൂടി നമുക്ക് തന്നിരിക്കുന്നു. ഒരു ദിവസം നമ്മുടെ ആയുസ്സിനോട് ചേർത്ത് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, നിനക്ക് വേണ്ടി, നിന്റെ സ്വർഗത്തിന് വേണ്ടി, എൻ്റെ ആത്മാവിന് വേണ്ടി എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. സ്തുതിയായിരിക്കട്ടെ.